ഹലോ 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 ഞാൻ അടിപൊളി വീഡിയോ വന്നിട്ടുള്ളത്. ഞാനും വിചാരിച്ചൊരു സൂപ്പർ ഭാവിയും ജസ്റ്റ് ഫോറിയൊക്കെ ആവാന്ന്, പക്ഷെ നടക്കണ കേസില്ല. എന്നെ നാട്ടിൽ നിന്ന് കയറ്റി വിട്ടു. ഈ 2ാം നിലയാണ് ഇപ്പം എൻ്റെ കൊട്ടാരം. അപ്പോൾ ബാത്റൂം ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പോലെങ്കിൽ അടിയായിരിക്കും അവിടെ. അപ്പോൾ കണ്ടില്ല കൊട്ടാരം. നിങ്ങൾക്ക് എൻ്റെ വാഷിംഗ് മെഷീൻ കാണിച്ചില്ല. ഇതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ. അപ്പോൾ ഒരു രക്ഷയില്ല, ഒരേ പുള്ളിയാണ്, ഒരേ പുള്ളിയാ. അയ്യോ അയ്യമ്മ. അങ്ങനെ അലക്കി പിഴിഞ്ഞ് തോരട്ട്. അപ്പോഴാണ് ഈ അത്ഭുത കാഴ്ച ഞാൻ കാണുന്നത്. ഓനെ വീട്ടിൽ പോലും ഇത്ര എണ്ണ വെച്ച് കുളിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പാട്ട് ഞാൻ ഇപ്പോൾ വെച്ചേരാട്ടാ. അങ്ങനെ എല്ലാവരും കുള്ളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിക്ക് ഇറങ്ങി. പള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പള്ളിയാണ് കേട്ടോ. ഷാർജയിലുള്ള നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പള്ളി. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ഇവിടെയാണ് ഈ പള്ളി പെരുന്നാളിന് തിരക്കും. ഞാൻ അതിൻ്റെ ഇടയിൽ ഉന്തും തള്ളും കൂടി പോയിട്ട് ഞാനൊരു സൺക്രീം ഒപ്പിച്ചു. എനിക്കാണെങ്കിൽ കുറച്ച് സൗന്ദര്യം നോക്കണേ. അങ്ങനെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളൊരു അടിപൊളി കാര്യമാണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫുൾ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ മുബഷിർ ഭായി ആണ്. ഈ തൊപ്പിട്ട് നടന്നാണ് നമ്മുടെ മുബഷിർ ഭായി. നാട്ടിൽ നിന്ന് ഈ ചെങ്ങായി കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ സാധനം. ഇയാളും നടക്കട്ടെ ചുള്ളനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇന്ന് ഞങ്ങളുടെ നോമ്പ് തുറയാണ്. അപ്പോൾ ഞാൻ മത്തങ്ങടുത്ത് വന്നാണ് മക്കളെ. മത്തങ്ങടുത്ത് വന്നപ്പോഴത്തേനും അവിടെ മത്തങ്ങ ഒന്ന് മുറിച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മത്തങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ മുന്തിരി എടുത്ത് വന്നു. മുന്തിരി ആപ്പിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ. അത് കഴിഞ്ഞ് ചെക്കൻ്റെ ഒരു ആപ്പിൾ കറക്കരി, അല്ല ആപ്പിളല്ല മത്തങ്ങ കറക്കരി. അപ്പോൾ പരിപാടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. സമൂസ ഉണ്ടാക്കുമ്പോൾ സമൂസ എന്ന് പറഞ്ഞ പാക്കറ്റ് പൊളിക്കുക, ജസ്റ്റ് നമ്മൾ എണ്ണയ്ക്ക് ഇടേ വേണ്ടുള്ളൂ. അപ്പം തന്നെ സമൂസയായി. ഇനി നോമ്പ് ഇറക്കാനുള്ള ആംബിയൻസും പ്ലേസും ഞങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ കാര്യം സെറ്റായിട്ടുണ്ട്. എന്തേലും പണിയെടുത്തുകൂടെ എന്ന് ചോദിക്കണ കാട്ടി മുമ്പ് ഞാൻ എടുത്ത പണിയാണ് ഈ കാണുന്നത്. നമ്മുടെ പരിപാടി ഏകദേശം പവർഫുൾ പാക്കായിട്ടുണ്ട്. ഫുൾ പരിപാടി ചുക്കാൻ പിടിച്ചിട്ട് ഈ ഇരിക്കണം മുതലാണ് നമ്മുടെ മുബഷിർ ഭായി, നമ്മുടെ മാനേജർ. വെൽക്കം ടു നെക്സ്റ്റ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഗ വിവേചനം ഇല്ല. അവിടെ ഇന്ത്യക്കാര്, പാകിസ്ഥാൻകാര്, കറുത്ത വർഗക്കാര്, വെളുത്ത വർഗക്കാര്, അങ്ങനെ ഒരു വിവേചനം തന്നെ ഇല്ല. മനുഷ്യന്മാര് അല്ലാണ്ട് പിന്നെന്താ. ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി. ആഫ്രിക്കയിലെ ഇത്യോപ്യക്കാർ മൊത്തം നമ്മുടെ ഫാൻസാണ് ഇത്രേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.